2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ 1 കപ്പ് എടുത്തിട്ട് 1 കപ്പ് കൂടെ എടുത്ത് 2 കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ആയിട്ടില്ല. നമുക്ക് കോരി ഒഴിക്കുന്ന പരുവത്തിൽ വേണം കിട്ടാൻ. അപ്പോൾ 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ച് വീണ്ടും കലക്കാം. ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള 2 ഗ്ലാസ്സിൽ ബാക്കിയുള്ളത് കൂടെ അങ്ങ് ഒഴിക്കുന്നു. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നെയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്താണ്. തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് മൂപ്പിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോഴിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. അതൊരു ശകലം ശർക്കര പാനിയിൽ കലക്കിയാണ് ഒഴിക്കുന്നത്. ഇതിനി 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുഴിയുള്ളൊരു പാത്രം എടുത്ത്, പാത്രം എന്ന് പറഞ്ഞാൽ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, കൂടുതൽ ചവയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് ഏലക്കാപ്പൊടിയെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിത് ഓരോ തവി കോരി ഒഴിക്കാം. ചെറുതായിട്ട് കോരി ഒഴിച്ചാലും മതി. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എന്നാലേ ഇത് അകമൊക്കെ വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ പുറം കൊണ്ട് കരിഞ്ഞു പോകും. കൂടെ കൂടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അവസാനത്തെ പലഹാരവും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ പോകാനായിട്ടാണ് ഞാനൊന്ന് വയ്ക്കുന്നത്. എണ്ണയെല്ലാം അതിൽ കിടപ്പുണ്ട്. ഒഴിച്ച് അത്രയും എണ്ണയില്ലെങ്കിലും 1/4 ഭാഗം എണ്ണയും കിടപ്പുണ്ട്. തീയൊക്കെ ഓഫാക്കി. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം പലഹാരം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം.